നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേൽ ഇപ്പോൾ സിറിയയിലേക്ക് കടന്നു കയറി ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. ദമാസ്കസിന് സമീപമുള്ള ബെയ്റ്റ് ജിന്ന എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഇസ്രയേൽ സൈനിക വാഹനവും അതുപോലെ തന്നെ ടാങ്കുകളുമായി ഇസ്രയേൽ കടന്നു കയറി ആക്രമണം നടത്തിയിരിക്കുന്നത്. റെയ്ഡ് നടത്തുക എന്ന പേരിലാണ് ഇസ്രയേൽ ഇത്തരം ഒരു കടന്നുകയറ്റം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇസ്രയേൽ ഇങ്ങനെ കടന്നു കയറിയതിന് ശേഷം അങ്ങോട്ടേക്ക് ആ ഗ്രാമത്തിലേക്ക് ഷെല്ലിങ്ങും അതുപോലെ തന്നെ മിസൈൽ ആക്രമണം അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണം തുടങ്ങിയവയെല്ലാം നടത്തിയിട്ടുണ്ട് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 13 പേരാണ്, 13 സിറിയക്കാരാണ്, സാധാരണക്കാരായിട്ടുള്ള സിറിയക്കാരാണ് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രധാനമായിട്ടും ആ ഗ്രാമത്തിലുള്ള കർഷകരാണ് ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇപ്രാവശ്യം സിറിയക്കാർക്ക് മാത്രമല്ല നഷ്ടം സംഭവിച്ചിരിക്കുന്നത്, അത് ഇസ്രയേലി സേനയ്ക്കും ഇപ്പോൾ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇസ്രയേലി സേന തന്നെ പറയുന്നത് ഏകദേശം 6ഓളം ഇസ്രയേലി സൈനികർക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ഇസ്രയേലി സേന പറഞ്ഞു വയ്ക്കുന്നത്. അനധികൃതമായിട്ട് ഗ്രാമത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഇസ്രയേലി സേനയെ നേരിടാനായിട്ട് ആ ഗ്രാമത്തിലുള്ള നിവാസികൾ തന്നെ തീരുമാനിച്ചതാണ് ഇപ്പോൾ ഇസ്രയേലി സേനയ്ക്ക് ഇത്തരം നഷ്ടം സംഭവിക്കാൻ കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അൽ ജസീറയാണ് ഇത് സംബന്ധിക്കുന്ന ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ഒരു തിരിച്ചടി ഒരിക്കലും ഇസ്രയേൽ കണക്കുകൂട്ടിയിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം ഈ ഒരു ഗ്രാമത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് താമസിക്കുന്നത്. അതായത് മെയിൻലി കർഷകരും അതുപോലെ തന്നെ ഇടയന്മാരും എല്ലാം താമസിക്കുന്ന ഒരു സാധാരണ ഗ്രാമം മാത്രമാണിത്. ഇത്തരം ഒരു ഗ്രാമത്തിലേക്ക് ഇസ്രയേലി സേന കടന്നു കയറുമെന്ന് ആ ഗ്രാമവാസികൾ തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇസ്രയേലി സേനയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം, അതും ഇത്തരം സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് ഇസ്രയേലി സേനയും പ്രതീക്ഷിക്കുന്നില്ല. സിറിയൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. സിറിയൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് നിരപരാധികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേലി സേന നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണം അത് യുദ്ധക്കുറ്റമാണ് എന്നാണ് സിറിയൻ സർക്കാർ പറയുന്നത്. സിറിയൻ സർക്കാർ പറയുന്നത് ഇസ്രയേലി സേനയുടെ ആക്രമണത്തിന് ശേഷം അവിടെ പരിക്കേറ്റ് കിടന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ആ പരിക്കേറ്റിരുന്ന ആൾക്കാരെ പോലും രക്ഷിക്കാൻ ഇസ്രയേലി സേന അനുവദിച്ചിട്ടില്ല എന്നാണ് സിറിയൻ സർക്കാർ പറയുന്നത്. ഇപ്പോൾ ഹമാസും ഈ ഒരു സംഭവത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. റെയ്ഡ് എന്ന പേരിൽ ഇസ്രയേലി സേന നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അതുപോലെ തന്നെ ഇത് പ്രദേശത്തെ അസ്ഥിരപ്പെടുത്തുമെന്നുമാണ് ഹമാസ് ഇതിനോട് പ്രതികരിച്ചത്. ലബനോൻ, സിറിയ, ഗസ അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണ്. ഇതിലൂടെ ഇസ്രയേൽ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ അസ്ഥിരപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഹമാസ് ഇതിനോട് പ്രതികരിച്ചത്. ഹമാസ് അറബ് രാജ്യങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇസ്രയേലിൻ്റെ ഇത്തരം ഉയർന്നു വരുന്ന ആക്രമണങ്ങൾക്കെതിരെ ഒന്നിക്കണമെന്ന്. ഇപ്പോൾ ലബനനും ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇസ്രയേൽ സീസ് ഫയർ അത് ലംഘിക്കുകയാണ് എന്നാണ് ലബനൻ പറഞ്ഞു വെക്കുന്നത്. 127ഓളം സിവിലിയന്മാർ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ലബനൻ പറയുന്നത്. ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ ഇപ്പോൾ ലബനൻ ഇസ്രയേൽ അതിർത്തിയിൽ സംഘർഷത്തിലാണ്. ഈ സംഘർഷം നീണ്ടുപോയാൽ അത് സീസ് ഫയർ അത് അപകടത്തിലാക്കുമെന്നാണ് ലബനീസ് സർക്കാർ പറയുന്നത്. സീസ് ഫയർ എന്നുള്ളത് നമ്മൾ പേപ്പറിൽ കാണുന്നുണ്ട് എങ്കിൽ കൂടിയും റിയാലിറ്റി ഇപ്പോൾ മറിച്ചാണ് പറയുന്നത്. നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗസയിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും സീസ് ഫയർ ഉണ്ട്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കണ്ടിന്യൂസ് ആയിട്ട് റെയ്ഡുകൾ നടത്തുന്നു. ലബനനിൽ എയർ സ്ട്രൈക്ക് നടത്തുന്നു. സിറിയയിലേക്ക് കടന്നു കയറുന്നു. ആകെ കൂടെ 4 പാട് നിന്നും സംഘർഷങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഇസ്രയേൽ എന്നാണ് ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്ത മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെയാണ്. അതായത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലും അതുപോലെ തന്നെ ഇറാനുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാമെന്നൊരു ആശങ്കയാണ് ഇത്തരം റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുന്നത്. അതിന് അവർ കാരണമായി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇറാഖിൻ്റെ ആകാശത്തുകൂടി ഇസ്രയേലി ഫൈറ്റർ ജെറ്റുകൾ പറന്നതും അതുപോലെ തന്നെ ഖോർമോർ ഗ്യാസ് ഫീൽഡിൽ ഇസ്രയേലി സൈന്യം നടത്തിയ വ്യോമാക്രമണം, ഇതേ സമയം തന്നെ ഹിസ്ബുള്ള നേതാവിനെ ഇസ്രയേലി സൈന്യം വധിക്കുകയുമുണ്ടായി. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഒരേ സമയത്താണ്. റിപ്പോർട്ടുകൾ പറയുന്നത് ഇതെല്ലാം ഇസ്രയേൽ ഇറാനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ്. എന്തുകൊണ്ട് ഇസ്രയേൽ ഇത്തരമൊരു നീക്കം അത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ
അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. 12 ദിവസം നീണ്ടു നിന്നിട്ടുള്ള ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ഗ്രൂപ്പുകളായിട്ടുള്ള ഹിസ്ബുള്ള, യമനീസ് ഗ്രൂപ്പുകൾ ഇവയെല്ലാം തന്നെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരം ഗ്രൂപ്പുകൾ ശക്തി ആർജിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് എന്നുള്ള കാര്യം ഇസ്രയേലിന് വ്യക്തമായിട്ട് അറിയാം. അതിനാലാണ് ഇസ്രയേൽ ഇപ്പോൾ ഇത്തരം പ്രകോപനപരമായിട്ടുള്ള നടപടികൾ എടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഇറാഖിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ഇസ്രയേൽ ഇങ്ങനെ പ്രകോപനം തുടർന്നാൽ ഇനി വരും ദിവസങ്ങളിൽ സംഘർഷം വീണ്ടും വർദ്ധിക്കുമെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്.